പരസ്യ ചർച്ചകൾക്ക് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗിൽ നിന്ന് വരുന്ന വിമർശനം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ഇപ്പോൾ മിനിങ്ങാന്നാന്ന് തോന്നുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ച, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയൊന്നും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. കെ മുരളീധരനുമൊക്കെ ഇത് ശരിയായ നിലയിലല്ല ഈ ചർച്ച എന്ന് പറയുമ്പോൾ പോലും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ അങ്ങനെ ഒരു ചർച്ചയെ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അത്രയ്ക്ക് കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ്. അവസാനം ഇപ്പോൾ ലീഗിന് തന്നെ അസ്വസ്ഥമായി തുടങ്ങിയല്ലേ? ദിവിഷെ, കുഞ്ഞാലിക്കുട്ടി പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ അങ്ങനെ കുഞ്ഞാലിക്കുട്ടിക്ക് പ്രതിരോധിച്ചത് കൊണ്ട് മാത്രം ഈ തർക്കമോ ഈ ചർച്ചയോ ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ തുറന്ന ചർച്ചകളിലേക്ക് പോകുന്നു. കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് മുൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ പരസ്യമായി രംഗത്ത് വരുന്നു. ഇതിലാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ കടുത്ത വിമർശനമുള്ളത്. അതായത് പോളിംഗ് കഴിഞ്ഞു, ജനങ്ങൾ വളരെ വിശ്വാസം അർപ്പിച്ചു മുന്നണിക്ക്. എന്നിരിക്കെ അങ്ങനെ ആ വിശ്വാസത്തിനെ പോറലേൽപ്പിക്കുന്ന രീതിയിൽ, ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നടക്കുന്നു എന്നുള്ളത് അത് ജനങ്ങളെ അവമതിപ്പുണ്ടാക്കുന്നതാണ്, ജനങ്ങളേൽപ്പിച്ച വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതാണെന്നാണ് ലീഗിനകത്തുള്ള ഉയർന്ന ഇപ്പോൾ വിമർശനം. ഏതായാലും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇപ്പോൾ മലപ്പുറത്തുണ്ട്. അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കുകയും ചെയ്യും. ഈ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ അവിടെ വേണം. ഇത് പറയുന്നത് ഞാനാണെന്ന് കണ്ടോട്ടോ. മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ വലിയ തർക്കങ്ങളും ചർച്ചകളും കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ചർച്ച പുറത്തു വരുന്നത്, പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. കാത്തു നിൽക്കാൻ കഴിയാതെ ഈ ചർച്ചയിലേക്ക് പോകുന്നവർക്ക് അതിൻ്റെയൊക്കെ ഒരു സാങ്കത്യം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ അതാണ്. ചർച്ച നടത്തോട്ടെ, അതിന് കുഴപ്പമൊന്നും, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നതിലാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. അല്ല, എന്നെക്കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. കോൺഗ്രസ് ചർച്ചകൾ അങ്ങനെയാണ്, മത്സരിക്കാത്തൊരു അവിടെ പരിഗണിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ചർച്ചകൾ. അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ചരിത്രത്തിൽ പണ്ടും അത് ഉണ്ടായിട്ടുണ്ട്. CH മേനോനെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കില്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പൊ അനാസ്വരത്തിലാണ്. അല്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നേതാക്കളെ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കോൺഗ്രസിന് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അവർ തന്നെ ചെയ്യും. ചർച്ചകളിലേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച നേതൃത്വത്തിനിടയിൽ അവർ സമന്വയം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? എന്താണ് അതിന്റെ ഒരു സാങ്കത്യം? അല്ല, ചർച്ച വരുമ്പോഴല്ലേ സമന്വയം ഉണ്ടാവുക. അതൊക്കെ ഉണ്ടായിക്കോളും. അതൊക്കെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് KC വേണുഗോപാലിന്റെ ഏറ്റവും വലിയ അനുയായി പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. മലപ്പുറം ജില്ലയിലെയും പുറത്തുമുള്ള കോൺഗ്രസിന്റെയും UDF ഇതര ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പാണക്കാട്ടും കുഞ്ഞാലി സാഹിബിൻ്റെ അടുത്തും ഇടയ്ക്കിടെ വന്ന് സൗഹൃദം പങ്കിടൽ സാധാരണയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി നേതാവെന്ന നിലയിൽ VD സതീശന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ നേതൃത്വം വഹിച്ചത്? ലീഗിന്റെ അക്കാര്യത്തിൽ
അല്ല, ലീഗിനോട് ഇതുവരെ അക്കാര്യം ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുമ്പോഴല്ലേ ലീഗ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം പറയേണ്ട ആവശ്യമുള്ളൂ. നിലവിൽ ലീഗ് ആലോചിച്ചിട്ടുണ്ടോ അക്കാര്യത്തിൽ? ഇല്ല, ആർക്ക് പിന്തുണ നൽകണം? ഇല്ല. ഞങ്ങൾ UDF പിന്തുണ നൽകും. അത് കോൺഗ്രസിന്റെ തീരുമാനം ലീഗ് അംഗീകരിക്കും. ആരെ മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും. എന്താ സംശയം? ലീഗിന് അക്കാര്യത്തിൽ അഭിപ്രായം വേറെ ഉണ്ടാവില്ല. ഇല്ലെന്ന് UDF പൊതു അഭിപ്രായമായിട്ടാണ് ഇത് വരിക. ആ അഭിപ്രായത്തോടൊപ്പം ലീഗ് നിൽക്കും. ലീഗിനായിട്ട് വലിയ പ്രത്യേകിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടടക്കം ഇത്തരത്തിൽ ഈ വിവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അത്തരം ചർച്ചകൾ പൊതു രംഗത്തിടുന്നത് ശരിയല്ല. അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും, അവർക്ക് നൈരാശ്യം ഉണ്ടാകും. ആ കാര്യം നേതാക്കന്മാർ ശ്രദ്ധിക്കണം. ഇക്കാര്യം കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അറിയില്ലോ എല്ലാവരും. നിങ്ങളെ അറിയിച്ചാൽ പോലെ ഏറ്റവും വലിയ ഹൈക്കമാൻഡ് നിങ്ങളല്ലേ. എന്തിനാ നിങ്ങൾ 5 ഒതുക്കുന്നത്? നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി, ലീഗിന് 5 മന്ത്രിമാർ, പിന്നെ അതിന് കാരണം ചോദിച്ചാൽ പറയും ലീഗ് പണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, ലീഗ് പണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അതെന്താ ചോദിക്കാത്തത്? 5-5-ലേറെയൊക്കെ ആവാ അനുമോദേ, വെറും 5 ഒതുക്കല്ലേ ഞങ്ങളെ. ഇതിൽ ആവശ്യപ്പെടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടായ ഒരു തീരുമാനം എടുക്കും. വിസ്മയം. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉന്നയിക്കുന്നത് സ്വാഭാവികമായി നാച്ചുറൽ ചോയ്സ് എന്ന നിലയ്ക്ക് VD സതീശനാണ് വരേണ്ടത്. കാരണം അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്, പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയുമോ? അല്ല, ആർക്കും അവരുടെ ഇച്ഛക്കനുസരിച്ച് ചിന്തിക്കാനോ. ഒരാൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് നമ്മളെങ്ങനെ പറയുക? മറ്റൊരാൾ വേറെ നിലയ്ക്ക് ചിന്തിച്ചാൽ അതും ശരിയാണ്. ചിന്തകളൊക്കെ ശരിയാണ്. ഈ ചിന്തകളൊക്കെ കൂട്ടിച്ചേർന്നിട്ട് യോജിച്ച് ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം UDF തീരുമാനമായി വരും. പൊതുവെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുപ്പക്കാരൊക്കെ വോട്ട് ചെയ്ത് VD സതീശന്റെ ഒരു വിഷന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം. ആ ഒരു മാറ്റം വരുമ്പോൾ വലിയ തിരിച്ചടിയാകില്ലേ? ഇല്ല, നമ്മൾ UDF വോട്ട് ചോദിച്ചത്. LDF അധികാരം പോകണമെന്നും UDF അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തീരുമാനിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ UDF ഉണ്ടാവും. അടിക്കുന്നവർ എങ്ങനെ കേരളം ഭരിക്കുന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. തമ്മിലടിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ചെറിയ അഭിപ്രായങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് തുടങ്ങൂല. അതൊക്കെ അറിയാം. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഒരു തീരുമാനത്തിലെത്തും. UDF ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ ലീഗിന് വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ അത്തരം ചർച്ചകൾ നടക്കുക. സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളെയും UDF വിശ്വാസത്തിലെടുക്കാറുണ്ട്. ഞങ്ങൾ വലിയേറ്റ മനോഭാവം ഞങ്ങളുടെ മുന്നണിയിലില്ല. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. തീരുമാനങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പുറത്തു വരുന്നത് UDF തീരുമാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലീഗിന്റെ ഒരു ഹിതമുണ്ടാവുമല്ലോ ഈ കാര്യത്തിൽ. കോൺഗ്രസിൽ ഇത്തരം ചർച്ചകളോട് ലീഗ് എങ്ങനെ പ്രതികരിക്കും? അല്ല, കോൺഗ്രസിൽ ഇത് ചർച്ച നടക്കട്ടെ. ചർച്ച നടത്തി കോൺഗ്രസ് ഒരു ഏക തീരുമാനം എടുക്കും. ആ തീരുമാനം UDF കൂടിയിട്ട് UDF തീരുമാനമായിട്ട് പുറത്തു വരും. പലപ്പോഴും കോൺഗ്രസിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി ഹൈക്കമാൻഡിന്റെയും മുകളിൽ നിന്ന് ഇത്തരം തീരുമാനങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച ഐഡിയോളജിക്ക് വിരുദ്ധമാകും. അല്ല, മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ കേരളത്തിന്റെ സെക്രട്ടറിയാണ്. കേരളത്തിൽ സമാനമായ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒന്നും ഉണ്ടാവില്ല. മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗിനോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഓ, നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയൂ. അടുത്ത ആഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പൊ തന്നെ ഉത്തരം പറയണം? ശരിയല്ലല്ലോ. അതും അനുചിതാണ്. ലീഗ് 5 മന്ത്രിമാരിൽ ഒതുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ 6 മന്ത്രിമാരുണ്ടാവോ ലീഗ്? 20 ആവാലോ. അതൊക്കെ UDF 20 ലീഗിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കും. ആവശ്യപ്പെടില്ല. ആവശ്യമില്ല. ഇതിൽ ഡിമാൻഡ് ഇല്ല. ആരോടാ ഡിമാൻഡ് ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാവരും ഒന്നല്ലേ. ആവശ്യമില്ല. എല്ലാത്തിനും അർഹതയുണ്ട്. ഞാൻ അർഹതയുണ്ട് എന്ന് എവിടെയോ പറഞ്ഞത് അവകാശമാക്കി മാറ്റിയങ്ങൾ രണ്ടും തമ്മിലുള്ള അർത്ഥം വ്യത്യാസമുണ്ട്. നിങ്ങളൊരു പോസ്റ്റ് കണ്ടു. ഞാൻ മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാവരും പറഞ്ഞു. ഞങ്ങളല്ല, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു പ്രശ്നമില്ല. ലോക്സഭയിൽ അത് ചോദിക്കുക. കാര്യമായുള്ള ചോദിക്കുക. ഈ വനിതാ സംവരണത്തിന് മുസ്ലിം ലീഗ് അനുകൂലമാണ്. നേരത്തെ 2010 ഈ ചർച്ച വന്നപ്പോൾ ഞങ്ങൾ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2013 ഇത് സംബന്ധിച്ച ബില്ല് വന്നപ്പോൾ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ആ വനിതാ സംവരണവും ഇപ്പോൾ അവതരിപ്പിച്ച സംവരണ ബില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇത് ഡീലിമിറ്റേഷനും പിന്നെ കൂടുതൽ സീറ്റുകൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇവരുടെ ഒരു അജണ്ടയാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ബില്ലിനെ ഇന്ത്യ മുന്നണി എതിർക്കുന്നത്, അതിനോടൊപ്പം മുസ്ലിം ലീഗുണ്ട്. പക്ഷെ വനിതാ സംവരണം ആവശ്യമാണ്. അത് വനിതാ സംവരണം മാത്രമായി വന്നാൽ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണക്കും. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറഞ്ഞതോടൊപ്പം ഞങ്ങൾ നോക്കും. PMA സലാമാണ് സംസാരിച്ചത്. അനവസരത്തിലുള്ള ചർച്ച തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ മുഖ്യമന്ത്രി ചർച്ച എന്ന് ലീഗ് വ്യക്തമാക്കുകയാണ്. ലീഗിനും അതിൽ ഒരു അമർഷമുണ്ട്, അതൃപ്തിയുണ്ട് എന്ന് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും തങ്ങൾക്ക് ഭരണം കിട്ടും, UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷെ അത് ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ ഒരു ചർച്ച കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ല എന്ന് വ്യക്തമാക്കിയാണ്. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ് ഇപ്പോൾ അദ്ദേഹം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആയിട്ട് ലീഗ് നേതാക്കൾ ഇതിനോടകം തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇത് പരിധി വിട്ടു പോകുന്നു, ഇത് മുന്നണിയുടെ ഒരു പ്രതിച്ഛായയ്ക്ക് തന്നെ ദോഷകരമായി ഭവിക്കും എന്നൊരു ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടാകണം അല്ലേ? തീർച്ചയായും ഈ വിഷയം അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം ലീഗ് ഇത്തരത്തിലുള്ള അവരുടെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പരസ്യ ചർച്ചകളുടെ അതൊരു ചർച്ച എന്നതിലുപരി ഒരു തർക്കമാണ്. ആ തർക്കത്തിൻ്റെ ഒരു പ്രതിഫലനം ചർച്ചയായി പുറത്തേക്ക് വരികയാണ്. അത്തരം ചർച്ചകളോട് ലീഗ് കടുത്ത പ്രതിഷേധവും രോഷവും ലീഗിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ലീഗ് ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം അത് പരസ്യമായി തന്നെ പറയാൻ തയ്യാറായ കാര്യം. അതായത് ഇത്തരം ചർച്ചകളൊക്കെ ആവാം, പക്ഷെ അത് പരസ്യമായി ജനങ്ങളെ മുന്നിൽ വിഴുപ്പലക്കുന്ന രീതിയിൽ അത്തരം ചർച്ചകളിലേക്ക് പോകരുത്. പ്രത്യേകിച്ചും K. സുധാകരൻ KPC പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളത് ചോദിച്ചപ്പോഴാണ് അക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് താൻ പറയുന്നത്. ഇങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയല്ല. ജനങ്ങൾ വലിയ ഐക്യത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി UDF പിന്നിൽ അണിനിരന്ന് ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജനവിധി അവരുടെ വോട്ട് നൽകിയതാണ്. ആ ജനവിധിയെ അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ അനഭിമിതമാക്കുന്ന തരത്തിൽ അങ്ങനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി അത്തരം ചർച്ചയിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ നിലപാട്. അത് പരസ്യമായി പറയുകയാണ്. ഇത് UDF നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ കേൾക്കുമല്ലോ, മാധ്യമങ്ങളോട് പറയുന്നത് അവർ കേൾക്കുമല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ കൃത്യമായി ലീഗ് സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ചും തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായൊക്കെ കൂടിയാലോചിച്ച് ലീഗിന്റെ വളരെ കൃത്യമായി വിഷയത്തിലുള്ള നിലപാട് അറിയിക്കുകയാണ്. വോട്ട് പെട്ടിയിലായ ശേഷം അതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാർ UDF ഒക്കെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഒറ്റക്കെട്ടായാണ് UDF അഭിപ്രായ അനൈക്യമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ മറ്റു ഒന്നിനെക്കുറിച്ചുമില്ല. സീറ്റുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ചു, ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അങ്ങനെ ഒരു പ്രതിച്ഛായ ജനങ്ങൾക്ക് നൽകിയ ശേഷം, വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ഇത്തരം ചർച്ചകളിലേക്ക് പോകുന്നത് അതും നമ്മൾ പുറത്തു വന്നതുപോലെയല്ല. അകത്ത് വലിയ തോതിലുള്ള ചേരിപ്പോര് ഇതുമായി ബന്ധപ്പെട്ട് അണിയൊരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഇക്കാര്യത്തിലുള്ള സുവ്യക്തമായ നിലപാട് വളരെ പരസ്യമായി തന്നെ പറഞ്ഞത്. വലിയ പ്രതിഷേധം ലീഗിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് AP അനിൽകുമാർ, KC വേണുഗോപാലിന്റെ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അനുയായി അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് AP അനിൽകുമാർ. കോൺഗ്രസിൽ മുൻ മന്ത്രിയാണ്, കോൺഗ്രസിലെ വണ്ടൂർ MLA ആണ്. അദ്ദേഹം പാണക്കാട് വന്നിരുന്നു, തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം പുറത്തു പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു സൗഹാർദ്ദ തരത്തിലുള്ള കൂടിക്കാഴ്ച എന്നൊക്കെ അദ്ദേഹം പുറത്തു പറഞ്ഞെങ്കിൽ കൂടി ലീഗ് അതിനെ കാണുന്നത് ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ മുഖ്യമന്ത്രി തർക്കം ചർച്ചയുമായി ബന്ധപ്പെട്ട് ലീഗിനെ അതിൽ കക്ഷി ചേർക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ KC വേണുഗോപാലിന് അനുകൂലമായി ലീഗിൽ നിന്നും ഒരു പിന്തുണ തേടിക്കൊണ്ടാണ് AP അനിൽകുമാർ വന്നത് എന്നാണ് ഇപ്പോൾ ലീഗിനകത്ത് തന്നെ ഉയർന്ന വിമർശനം. പക്ഷേ ലീഗ് നേതൃത്വം അതിനോട് പോസിറ്റീവായല്ല പ്രതികരിച്ച് ഇത്തരം തർക്കങ്ങളിൽ, ഇത്തരം ചർച്ചകളിലൊന്നും കക്ഷി ചേരാൻ ലീഗ് ഇല്ല എന്ന് പറഞ്ഞ് ആണ് AP അനിൽകുമാറിനോട് ലീഗ് നേതൃത്വം പ്രതികരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AP അനിൽകുമാർ കുറച്ച് അല്പസമയം പാണക്കാടുണ്ടായിരുന്നു, അതിനുശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പക്ഷേ ഇത്തരം നീക്കങ്ങളോടും ലീഗുമായി ബന്ധപ്പെടുത്തി അതുമായി ഇത്തരം ചർച്ചകൾ നടത്താനുള്ള ഒരു ശ്രമത്തിനോടും ശരി, വലിയ നാടകം നടക്കുന്നു എന്നേ ഇതിനെ പറയാൻ കഴിയൂ.